الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إن الله لا يظلم مثقال ذرة وإن تك حسنة يضاعفها ويؤتي من لدنه أجرا عظيما സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും പരമാവധി സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തെക്കുറിച്ചും ദയയെക്കുറിച്ചും നമ്മളോടുള്ള സ്നേഹത്തെക്കുറിച്ചുമെല്ലാം വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളുടെ ആശയങ്ങളിലൂടെ വ്യത്യസ്തമായ രൂപത്തിൽ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിലെ 4-ാമത്തെ അധ്യായമാണ് സൂറത്തു നിസാ. ഒട്ടേറെ പ്രാധാന്യങ്ങളുള്ള ഒരധ്യായമാണ് സൂറത്തു നിസാ. ആ സൂറത്തു നിസാഇനെ കുറിച്ച് മഹാനായ അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രമുഖനായ സ്വഹാബിയാണ്. സഹാബത്തിൽ ഏറ്റവും വലിയ ഖുർആൻ വ്യാഖ്യാതാവാണ്. ആ മഹാനായ സ്വഹാബി വര്യൻ ഈ സൂറത്തിനെ കുറിച്ച് പറയുന്ന ഒരു വചനമുണ്ട്. സത്യത്തിൽ വിശുദ്ധ ഖുർആൻ അതിൻ്റെ ആശയങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സാന്നിധ്യത്തോടുകൂടെ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വായിക്കണമെന്ന് നമ്മളെല്ലാവരും ആത്മാർത്ഥമായി ആഗ്രഹിക്കേണ്ടതുണ്ട്. അത് അള്ളാഹു നമുക്ക് ഉപദേശമായി തന്നിട്ടുള്ള ഒരു മഹൽ ഗ്രന്ഥത്തിന് നമ്മൾ അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ്. ഒരു 10, 50, 60, 70 കൊല്ലം ജീവിച്ചിട്ട് ഞാൻ അതൊരു പ്രാവശ്യം പൂർണ്ണമായും മനസ്സാന്നിധ്യത്തോടെ അർത്ഥമറിഞ്ഞു വായിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായും നമ്മൾ ആ വിശുദ്ധ ഖുർആനിനെ അർഹിക്കുന്ന ഒരു വില കൽപ്പിച്ചില്ലെന്നല്ലേ വരിക. അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അങ്ങനെ ആഗ്രഹിക്കേണ്ടതുണ്ട്. കാരണം വിശുദ്ധ ഖുർആനിലെ ആശയങ്ങൾ അത്രത്തോളം നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുവാനും നമ്മുടെ നന്മയിലേക്ക് വഴി കാണിക്കുവാനും നമ്മുടെ മനസ്സുകൾക്ക് വെളിച്ചം പകരുവാനും പറ്റും. ഈ സൂറത്തു നിസാഇനെ കുറിച്ച് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്ന ഫീ സൂറത്തി നിസാഇ ല5 ആയാത്ത്. ഈ സൂറത്തു നിസായിൽ 5 വചനങ്ങളുണ്ട്. മാ യസുറുനി അന്നലി ബിഹദ് ദുനിയ വമാ ഫീഹാ. ഈ ദുനിയാവും അതിലുള്ളത് മുഴുവനും എനിക്ക് കിട്ടിയാലും എനിക്കതിനേക്കാളും എല്ലാം ഇഷ്ടം ഈ 5 വചനങ്ങളാണ്.
ദുനിയാവിലുള്ള മുഴുവൻ എനിക്ക് കിട്ടുന്നതിനേക്കാളും എനിക്കിഷ്ടം ഈ 5 വചനങ്ങളാണെന്ന്. അപ്പൊ സഹോദരങ്ങളെ, ഈ ഭൗതിക ജീവിതം മുഴുവൻ നമുക്ക് സ്വന്തമായി തീരുന്നതിനേക്കാളും സന്തോഷവും ആഹ്ലാദവും പകരാൻ ഈ വചനങ്ങൾക്ക് പറ്റുമെന്നല്ലേ സത്യത്തിൽ ഇതിന്റെ അർത്ഥം? എന്തുകൊണ്ടാണ് ഈ വചനങ്ങൾ അത്രമാത്രം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ടതായത്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട കാര്യം. ഭൗതികമായ ജീവിതത്തിൽ നമുക്ക് ആശ്വാസം പകരുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ മനസ്സിൽ നമുക്ക് സമാധാനം തോന്നാറുണ്ട്. ഏത് കാര്യങ്ങളാണിത്? നമുക്ക് സ്വന്തമായി മാസത്തിൽ നമ്മുടെ ജീവിതാവശ്യങ്ങൾ നിർവഹിക്കപ്പെടാവുന്ന ഒരു വരുമാനം സ്വന്തമായി ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ? ഒരു വീട് നമുക്ക് സ്വന്തമായി ഉണ്ടാകുമ്പോൾ നമ്മൾ സന്തോഷിക്കില്ലേ? കാരണം അതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭൗതിക പ്രയാസങ്ങളെ ലഘൂകരിക്കാൻ ഉപകരിക്കുമെന്നതുകൊണ്ട് തന്നെ ഭൗതിക ജീവിതത്തിൽ നമ്മൾ അതിനെല്ലാം ഇഷ്ടപ്പെടുന്നു. എന്നാൽ മരണമില്ലാത്ത പരലോക ജീവിതത്തിന്റെ പ്രതിസന്ധികളെ ലഘൂകരിക്കുവാനും ആശ്വാസം പകരുവാനും പറ്റുന്ന വചനങ്ങളാണ് ഈ 5 വചനങ്ങളും. അതുകൊണ്ട് ദുനിയാവിനേക്കാളും എത്രയോ ഉന്നതമല്ലേ പരലോകം? അതല്ലേ ഒരു വിശ്വാസിക്ക് ഏറ്റവും ആഗ്രഹിക്കുന്നത്? അവിടെയല്ലേ ഒരു വിശ്വാസി രക്ഷ പ്രതീക്ഷിക്കുന്നത്? അവിടേക്ക് വേണ്ടിയല്ലേ നമ്മളെല്ലാവരും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് ആ പരലോക ജീവിതത്തിലേക്ക് ആശ്വാസം പകരുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ ആർക്കാണ് മനസ്സിന് സമാധാനവും സന്തോഷവും കിട്ടാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട 1-ാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 40-ാമത്തെ വചനമാണ്. ഇന്നല്ലാഹ ലാ യളലിമു മിസ്കാല ദർറ. ഒരു അണ്ണുമണി തൂക്കം, വളരെ നിസ്സാരമായ ഒരു അളവിൽ പോലും അല്ലാഹു ഒരാളോടും അക്രമം കാണിക്കുകയില്ല. വഇൻ തകു ഹസനതൻ യുളാഇഫുഹാ. വല്ല നന്മയും ആരെങ്കിലും ചെയ്താൽ അത് അല്ലാഹു അവനെ ഇരട്ടിപ്പിച്ചു കൊടുക്കും. വയുഅ്തി മിൻ ലദുൻഹു അജ്റൻ അദീമാ. അവന്റെ അടുക്കൽ നിന്ന് മഹത്തായ പ്രതിഫലവും നൽകുമെന്നാണ്. എന്താണ് സഹോദരങ്ങളെ ഈ ആയത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഒരു നന്മ ആത്മാർത്ഥമായി എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് നൽകാതെ നമ്മളോടൊരു അനീതി അള്ളാഹു ചെയ്യുകയില്ല. ഈ ഉറപ്പ് യഥാർത്ഥത്തിൽ നമ്മുടെ ഭൗതിക ദുനിയാവിന്റെ ജീവിതത്തിലുണ്ട് സുഹൃത്തുക്കൾ. ഏറ്റവും അധികം ടെൻഷനുള്ള ആളുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടത് ആരാന്ന് വെച്ചാൽ, ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിച്ച് അല്ലെങ്കിൽ തനിക്ക് വേണ്ടി തന്നെ മഹാത്യാഗങ്ങൾ ചെയ്തിട്ട് അതിന്റെ ഫലങ്ങൾ കിട്ടാത്തവരാണ് ഏറ്റവും വലിയ നിരാശയിലും മാനസിക വിഷാദങ്ങളിലും എത്തിച്ചേരുന്ന ആളുകൾ. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ജീവിച്ച്, പക്ഷെ മക്കളുടെ തിരിഞ്ഞു നോക്കണില്ല. എന്റെ 40 കൊല്ലം ഞാൻ ഗൾഫ് ചെലവഴിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ്, പക്ഷെ കുടുംബക്കാർക്ക് ഇപ്പം എന്നെ വേണ്ട. എത്ര ആളുകൾ പറയുന്ന വാക്കുകളാണ് എന്ന് ആലോചിച്ചു. നിങ്ങൾ ഒരു നന്മ എന്നിൽ നിന്നോ നിങ്ങളിൽ നിന്നോ എവിടെന്നെങ്കിലും സംഭവിച്ചാൽ അതിന്റെ പ്രതിഫലം നമുക്ക് തരാതിരിക്കുക എന്നുള്ളത് ഒരു അനീതിയല്ല, അള്ളാന്റെ ഭാഗത്ത് ഉണ്ടാവില്ല. എത്ര ഉറപ്പിലാണ് അള്ളാഹു നമുക്ക് തരുന്നത്. ഇനി അതിനൊരു പ്രതിഫലമുണ്ടെന്നാണോ പറഞ്ഞത്? അല്ല, അത് നന്മയാണോ അത് ഇരട്ടിപ്പിച്ചു തരും. മഹത്തായ പ്രതിഫലം അവൻ നൽകുകയും ചെയ്യുമെന്നാണ്. ധാരാളം ആയത്തിൽ ഇതിന് സമാനമായിട്ടുണ്ട്. ഖിയാമത്ത് നാളിൽ നീതിയുടെ തുലാസുകൾ സ്ഥാപിക്കപ്പെടും. നമ്മുടെ കർമ്മങ്ങളെ തൂക്കാനുള്ള തുലാസുകൾ സ്ഥാപിക്കപ്പെടും. എന്നിട്ടോ അതിൽ അതൊരു മിസ്കാലു ഹബ്ബത്താണ്. ഒരു ധാന്യമണിയുടെ നിസ്സാരമായ ഒരളവും ഒരു തൂക്കവുമാണെങ്കിലും അത് ഞാൻ കൊണ്ടുവരും. ആ നന്മ എവിടെ വെച്ച് ചെയ്തതാണെങ്കിലും അതിന്റെ പ്രതിഫലം നിങ്ങൾ കൊടുന്നിരുന്നു. ഇത്ര ഉറപ്പുണ്ടായിട്ട് നമ്മളൊക്കെ എത്ര താല്പര്യമുണ്ട് ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ. ഒരു പരനിസ്കാരം കഴിഞ്ഞാൽ ആ ദിക്റും തസ്ബീഹും നമുക്ക് എത്ര ആശ്വാസവും പ്രതീക്ഷയായിരിക്കുന്നു. ഒരു നന്മ സംഭവിച്ചു പോയിട്ടുണ്ടോ അതവിടെ പരലോകത്ത് കൊടുന്നേരുന്നു, എവിടെയും പോവില്ല. സുഹൃത്തുക്കൾ, ആശ്വാസം നൽകുന്നൊരു വചനം തന്നെയല്ലേ? നന്മ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുള്ള ഒരു വചനമാണ്. ഒക്കെ ആശയാണ്. അണിമണി തൂക്കം നന്മ ചെയ്താൽ അവിടെ കാണും, അണിമണി തൂക്കം തിന്മ ചെയ്താൽ അവിടെ കാണുന്ന. ഈ ഷഫാഅത്തിനെ കുറിച്ച് പറയുന്ന ദീർഘമായ ഒരു ഹദീസുണ്ട്. ആ ഹദീസിന്റെ വിശദീകരണത്തിൽ കാണാൻ പറ്റും. നരകത്തേക്ക് കുറെ ആൾക്കാർ പോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിശ്ചയിച്ചു കൊടുക്കുന്ന ആളുകൾക്ക് ആ ശുപാർശ കൊണ്ട് നരകത്തുനിന്ന് പുറത്തേക്ക് വരേണ്ട ആൾക്കാർ. അങ്ങനെ ഓരോ ഘട്ടത്തിൽ നിന്നും നരകക്കാർ പുറത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ഒരിക്കൽ അള്ളാഹു പറയുന്നുണ്ട്, ഇർജിഉ ഫമൻ വജത്തും ഫീ ഖൽബിഹി മിസ്കാല ദീനാരിൻ മിൻ ഖൈർ ഫഅഖ്രിജൂഹു.
ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിൽ ഒരു ദീനാറ് അളവിൽ നന്മയുണ്ടെങ്കിൽ അവൻ ആ നരകത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തളിന്ന് അള്ളാഹു പറയുന്നതാണ്. അങ്ങനെ കുറെ ആൾക്കാർ അപ്പോ നരകത്തിൽ നിന്ന് വരുന്നുണ്ട്. ഒരു നന്മക്ക് മനസ്സിൽ അവശേഷിക്കുന്ന ആത്മാർത്ഥമായ ഒരു നന്മക്ക് അവരെ നരകത്തിൽ നിന്ന് ഇടാൻ പറയാണ്. റബ്ബനാ ലം നദർഫിക അഹദൻ മിമ്മൻ അമർതന, നീ ഞങ്ങളോട് കൽപ്പിച്ച ഒരാളെയും ഞങ്ങൾ നരകത്തിലിട്ടിട്ടില്ല, ഓലൊക്കെ ഞങ്ങൾ പിന്നെയും പറയാം അല്ലാഹു ഇർജിഉ ഫമൻ വജത്തും ഫി ഖൽബിഹി മിസ്കാല നിസ്ഫ ദീനാർ മിൻ ഖൈർ, ഒരു ദീനാറിന്റെ പകുതി നന്മയുണ്ടെങ്കിൽ അവനെ ആ നരകത്ത് പുറത്തേക്ക് കൊണ്ടുവരൂ എന്ന് പറയും. അപ്പോഴും കുറെ ആളുകൾ എന്ത് ചെയ്യും? നരകത്ത് പോരും. ഇർജിഉ ഫമൻ വജത്തും ഫി ഖൽബിഹി മിസ്കാല ദർറത്തിൻ മിൻ ഖൈർ, അവസാനം പറയണം അണ്ണുമണി തൂക്കം നന്മ ഖൈർ ഒരുത്തന്റെ മനസ്സിലുണ്ടെങ്കിൽ അവനെ നിങ്ങൾ നരകത്തുനിന്ന് പുറത്തേക്കിടിയും എന്ന് പറയുമ്പോൾ ധാരാളം ആളുകൾ വീണ്ടും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ട് ഈ ആയത്താണ് ഒരു ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്കാല ദർറ, അണ്ണുമണി തൂക്കം. ഒരു നന്മ നമ്മളിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരലോകത്ത് കണ്ടെത്തും. എത്ര വലിയ ഉറപ്പ സൂത്രം അള്ളാഹു തരുന്നത്, എത്ര വലിയ ആശ്വാസത്തിന്റെ വചനമാണ്. അപ്പോഴേ നമുക്ക് ഉപകാരപ്പെടുന്ന നഷ്ടപ്പെടാത്ത നന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. രണ്ടാമത്തെ വചനം ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻകും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, നിങ്ങൾ വൻ ദോഷങ്ങൾ ഉപേക്ഷിക്കുകയാണെങ്കിൽ ചെറുപാപങ്ങൾ നിങ്ങൾക്ക് നാം പുറത്തു തരാം, എന്നിട്ട് മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്യാം. ഇതൊക്കെ അള്ളാഹുവിന്റെ വാഗ്ദത്തമാണ്. ഇതൊന്നും പടച്ചോൻ ലംഘിക്കൂല. വൻപാപങ്ങൾ ഉപേക്ഷിക്കാൻ ഇത് കേൾക്കുമ്പോൾ പല സുഹൃത്തുക്കളും നമ്മുടെ മനസ്സിലേക്ക് ഓടി വെത്തു. എന്താ അറിയാം, എല്ലാം അവരെ പരിചയമുള്ള മക്കളും ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ എന്താ പറയാറ്? തഹജ്ജുദ് നിസ്കരിക്കും, ജമാഅത്തിന് പള്ളിയിലെത്തും, എല്ലാ കാര്യം ചെയ്യും. പക്ഷേ ഏറ്റവും മാരകമായ ശിക്ഷയുണ്ടെന്നല്ല ഉറപ്പിച്ചു പറഞ്ഞ മഹാപാപങ്ങൾ ചെയ്യുന്നുണ്ടാവും. മറ്റൊരുത്തന്റെ ധനം അപഹരിക്കാൻ പറ്റും, സുഹൃത്തുക്കളെ സിഹർ ചെയ്യാൻ പറ്റും, അനാഥന്റെ സ്വത്ത് തിന്നാൻ പറ്റും, വ്യഭിചരിക്കാൻ പറ്റും. പല പ്രാവശ്യം ഭാര്യയോട് സത്യം ചെയ്ത് പ്രതിജ്ഞ ചെയ്ത് അള്ളാന്റെ പേരിൽ വാക്ക് പറഞ്ഞു, പിന്നെയും ഭാര്യ പിടിക്കുന്നു, ഭാര്യയെ ഭർത്താവ് പിടിക്കുന്നു. ആലോചിച്ച് നോക്കൂ നിങ്ങൾ. നിഷിദ്ധം, ഹറാം, മഹാപാപം. എന്താ മഹാപാപം എന്ന് പറഞ്ഞാൽ? ചെറുദോഷങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഫഹിയദ്ദംബുല്ലദീ നഹല്ലാഹു അൻഹു, അള്ള വിരോധിച്ച കാര്യങ്ങൾക്ക് ചെറുപാപങ്ങൾ അള്ള ചെയ്യേണ്ടായിരുന്ന എല്ലാം തെറ്റാണ്. പക്ഷേ ലം യരിദ് ഫീഹി വഈദുൻ ബിലഅനിൻ വലാ ബിനാരിൻ വലാ ബിഗളബി, അള്ള കോപിക്കുമെന്നോ അള്ള ശപിക്കുമെന്നോ നരകമുണ്ടെന്നോ അറിയിക്കപ്പെടാത്ത, അതുകൊണ്ട് വാഗ്ദത്തം ചെയ്യപ്പെടാത്ത തെറ്റുകൾ, നരകത്തിൽ പോകുമെന്ന് പറയാത്ത, അള്ള കോപിക്കുമെന്ന് പറയാത്ത, അള്ള ശപിക്കുമെന്ന് പറയാൻ പറ്റാത്ത തെറ്റുകളാണ് ചെറുദോഷങ്ങൾ. അതിനെ സഹായർ. അതല്ലാത്തതൊക്കെ വൻദോഷങ്ങൾ. വൻദോഷങ്ങൾ 7 70 700 അള്ള വ്യക്തമായി ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞ കാര്യം. വ്യഭിചാരമായിപ്പെടും, കൊലപാതകം അതിൽപ്പെടും, ശിർക്ക് അതിൽപ്പെടും. സുഹൃത്തുക്കളെ, മഹാപാപങ്ങളെ സൂക്ഷിച്ചൂടെ? മഹാപാപങ്ങളെ സൂക്ഷിച്ചൂടെ? അള്ളാന്റെ വാക്കല്ലേ, വൻദോഷങ്ങൾ ചെയ്തില്ലെന്ന് മരിക്കുമ്പോൾ ഉറപ്പുണ്ടെങ്കിൽ ചെറുത് പുറത്തു തരാം, സ്വർഗത്തിലെത്തിക്കാം. അള്ളാഹു ഖുർആനിൽ തരുന്ന വാക്കാണ്. അതൊക്കെ വെറുതെ നമ്മളങ്ങനെ, അതൊക്കെ അക്ഷരാർത്ഥത്തിലെടുക്കണം. അതൊക്കെ അള്ളാഹുവിന്റെ വ്യക്തമായ വാഗ്ദാനങ്ങളാണ്. സ്വലവാത്തുൽ ഹംസ് വൽ ജുമുഅതു ഇലാ ജുമുഅ, 5 നേര നമസ്കാരം ഒരു ജുമുഅ മുതൽ ഒരു ജുമുഅ വരെ, റമളാനു ഇലാ റമളാൻ മുകഫിറാത്തും മാ ബൈനഹുന്ന, അതിന്റെ അടിയിലുള്ളതൊക്കെ പൊറുക്കും. ഒരു ജുമുഅ കഴിഞ്ഞ അടുത്ത ജുമുഅയുടെ ഇടയിൽ പൊറുക്കും, ഒരു റമളാൻ കഴിഞ്ഞ അടുത്ത റമളാൻ വരെയുള്ളത് പൊറുക്കും. ഇദജ്തനബൽ കബായിർ, ഒരു നിബന്ധനയുണ്ട്, വൻ ദോഷങ്ങൾ ചെയ്യാതിരിക്കണം. കഴിഞ്ഞ വെള്ളിയാഴ്ച മുതൽ ഈ വെള്ളിയാഴ്ചയുടെ ഇടയ്ക്ക് ഒരു വൻദോഷം ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരാഴ്ചത്തെ പാപങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു. നമ്മൾ സൂക്ഷിക്കണം. മഹാപാപങ്ങൾ സംഭവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ സൂക്ഷിക്കണം. 3-ാമത്തെ ആയത്ത് ഏതാണ്? ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ വമൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഇഫ്തറാ ഇത്മൻ അദീമാ. നിസാ 48-ാമത്തെ വചനമാണ്. നിസായിലെ തന്നെ 3-ാമത്തെ ആയത്ത്. അള്ളാഹു പൊറുക്കും, അവനിൽ പങ്കു ചേർക്കുന്നതല്ലാത്തതൊക്കെ പൊറുക്കും. അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതല്ലാത്ത ഒരു ശേഖരം ഒരു തങ്ങളെ കുറിച്ച് പറയുന്നതായിട്ടുള്ള സുഹൃത്തുക്കളെ സോഷ്യൽ മീഡിയ, എന്ത് അള്ളാഹുവിനേക്കാളും വലിയ മഹത്വങ്ങളും കഴിവുകളാണ് അയാളുടെ പേരിൽ പറഞ്ഞേക്കുക. ഇതൊക്കെ വിശ്വസിച്ച് പാമര ജനങ്ങൾ അള്ളാഹുവിന്റെ അഫ്ആലുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ,
അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ, അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങൾ ഈ മഹാത്മാക്കൾക്കൊക്കെ സാധിക്കുമെന്നാണ് പറയുന്നത്. അത് വിശ്വസിച്ചു. ബദരീങ്ങളുടെ പേരിൽ 100 യാസീൻ, 50 യാസീൻ അതൊക്കെ ഓതിയാൽ ലോകത്തൊന്നും നടക്കാത്തതില്ല. അത് ബദരീങ്ങൾ അറിയും, നമ്മുടെ ജീവിതത്തെ കടാക്ഷിക്കുമെന്ന്. പച്ച ശിർക്ക് സംഭവിച്ചിട്ടില്ലെങ്കിൽ ബാക്കിയൊക്കെ അള്ളാഹു പൊറുക്കുന്നതാണ്. ശിർക്ക് അപ്പൊ മരിക്കുന്ന സമയത്ത് പടച്ചോനെ ശിർക്ക് എന്തായാലും ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഉറപ്പിക്കുന്നവന് മരിക്കാൻ എന്തൊരു പ്രതീക്ഷയുണ്ട് സുഹൃത്തുക്കൾ. നമുക്കിപ്പോൾ അള്ളാഹിനോട് പറഞ്ഞാൽ കിട്ടാത്ത വല്ലതും ഈ ഔലിയാക്കന്മാരും ഈ മഹാത്മാക്കളൊക്കെ അപ്പോൾ നേടിത്തരും. പോട്ടെ സഹോദരൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ വഹി നിന്നതിന് ശേഷം ഇവരൊക്കെ അള്ളാഹുവിന്റെ വലിയാണെന്ന് ആരാ പറഞ്ഞത്? അള്ള പറഞ്ഞു ഇവൻ എന്റെ വലിയാണെന്ന്. അള്ള പറയാതെ അള്ളാഹുവിന്റെ പേരിൽ വലിയനെ ചാർത്താൻ, കളവ് പറയാൻ ആർക്കെങ്കിലും അവകാശമുണ്ടോ? പരസ്യമായി പറയണ ഇയാൾ അള്ളാന്റെ വലിയാണ്. ആര് പറഞ്ഞു? അള്ള പറഞ്ഞു. അള്ളാന്റെ വലിയാണെന്ന് പറയാൻ അധികാരം അള്ളാഹ്ക്കല്ലേ ഉള്ളത്? അള്ള ആരോടെങ്കിലും പറഞ്ഞു? ആരെങ്കിലും സ്വപ്നം കണ്ടാൽ അത് ശരിയാവും? അള്ളാഹുവിന്റെ പേരിൽ ലക്ഷോപലക്ഷം ആളുകൾ, സാധുക്കൾ എത്ര പള്ളി കൊടുക്കണ്, എത്ര നിസ്കരിക്കണ്, ഒരു പ്രയോജനമില്ലാതെ നാളെ പരലോകത്ത് നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. സ്വർഗ്ഗമില്ല. എന്നാ ശിർക്ക് ചെയ്തിട്ടില്ലെങ്കിലോ മുഴുവൻ തെറ്റുകളും പുറത്തിട്ട് അള്ളാഹു എന്ത് ചെയ്യും? സ്വർഗത്തിലേക്ക് എത്തിക്കും. അതിന്റെ അർത്ഥം വേറെ നിസ്കരിക്കും നോമ്പുകൾക്കൊന്നും വേണ്ടാന്നല്ല സുഹൃത്തുക്കൾ. അങ്ങനെ ഒന്നും മനസ്സിലാക്കരുത്. അള്ളാഹു കൽപ്പിച്ച കൽപ്പനകൾക്ക് അനുസരിച്ചുകൊണ്ട് ജീവിക്കണം, അതിൽ യാതൊരു സംശയമല്ല. പക്ഷെ നമുക്ക് ആശ്വാസം തരികയാണ്, പ്രതീക്ഷ തരികയാണ്, ശിർക്കിൽ നിന്ന് മോചനം നേടിയാൽ. 4-ാമത്തെ ആയത്ത് ഏതാണ് സുഹൃത്തുക്കളെ? വലൗ ഇന്നഹും ഇന്നലമു അൻഫുസഹും ജാഊകും ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. സൂറത്തു നിസാ 64. എന്താ അല്ലാഹു പറയുന്നത്? വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊ. നാം നമ്മളോട് എന്തെങ്കിലും ആത്മദ്രോഹം, തെറ്റുകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹുവോട് പശ്ചാത്തപിച്ച് മടങ്ങാം. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പാപമോചനം തേടുകയും, റസൂലുള്ള ജീവിച്ചിരിക്കുന്ന സമയത്താണെങ്കിൽ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം, എനിക്ക് വേണ്ടി പാപമോചനം തേടണമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് വേണ്ടി ചോദിക്കും. അത് അള്ളാഹു പ്രത്യേകമായി സ്വീകരിക്കും. എന്നിട്ടോ അള്ളാഹു ലവജദുല്ലാഹ തവ്വാബർ റഹീമ. അള്ളാഹുവിനെ അവർ കണ്ടെത്തും. എല്ലാം പശ്ചാത്താപം സ്വീകരിക്കുന്നവനും കരുണാനിധിയുമായിട്ട് അള്ളാഹു അന്നെ അവർ കണ്ടെത്തുക. സുഹൃത്തുക്കൾ, ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. നമ്മളൊന്നും മരിച്ചിട്ടില്ലല്ലോ, നമ്മളൊക്കെ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന ആൾക്കാരല്ലേ. എന്തപ്പോ കഴിഞ്ഞ കാലം ചെയ്ത തെറ്റുകൾക്ക് ആത്മാർത്ഥമായി അള്ളാഹുവിലേക്ക് മടങ്ങാൻ എന്താണ് തടസ്സം? ഒന്ന് മനസ്സ് തട്ടി പടച്ചോനോട് നമ്മുടെ തെറ്റുകൾ ഏറ്റുപറഞ്ഞൊന്ന് പൊറുക്കലിനെ തേടാൻ എന്താണ് സഹോദരങ്ങളെ തടസ്സം? എന്താ തടസ്സം തരൂ? അതിനി ചെയ്യാൻ പറ്റൂല. അതിന് തടസ്സം എല്ലാവർക്കും ഉള്ള തടസ്സം അത്രേ ഉള്ളൂ. അത് ഇനി ചെയ്യാൻ പറ്റൂല. അതിൽ തൗബ പറയാ, നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇന്ന് അവസാനിപ്പിക്കണ്ടേ, ആത്മാർത്ഥമായി മടങ്ങണ്ടേ. ഇനിയോ ആ ഇഷ്ടമുള്ള കാര്യത്തിന്റെ പരിസരത്തേക്ക് ഇനി പോകാൻ പറ്റൂല. ആ കൂട്ടുകാരൊപ്പം ഇനി പലപ്പോഴും നടക്കാൻ പറ്റൂല. അങ്ങനെ വരുമ്പോ ആ തെറ്റുകളോടുള്ള ആഭിമുഖ്യം, ആ തെറ്റിനോടുള്ള ഇഷ്ടം ഒരു തൗബക്ക് തടസ്സമായി നിൽക്കുന്നു. പുറത്തു തരുമെന്നല്ല പറഞ്ഞിട്ടും ആത്മാർത്ഥമായി മടങ്ങാൻ എന്താണ് തടസ്സം? ആ സുഖം നഷ്ടപ്പെട്ടു പോകും, ആ ആസ്വാദനം ഇല്ലാതായി പോകും. എന്നാൽ അള്ളാഹു നമ്മളോട് പറയുന്നു, അങ്ങനെ വലൗ അന്നഹും ഇദ്ദലമു അൻഫുസഹും ജാഊ, അങ്ങനെ വല്ല അക്രമങ്ങളും തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്തഗ്ഫിറുല്ലാഹ്, അള്ളാഹിനോട് പശ്ചാത്തപിക്കുക. വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി അവർ പശ്ചാത്തപിക്കണം. അള്ളാഹുവിന്റെ റസൂൽ അവർക്ക് വേണ്ടി പശ്ചാത്തപിക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ തവ്വാബൻ റഹീമ, അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കുന്നവനും കരുണാനിധിയുമായിട്ട് അള്ളാഹുവിനെ കാണാൻ പറ്റുന്ന. 4 നമ്മൾ പറഞ്ഞു. 5-ാമത്തെ ആയത്ത് സൂറത്തു നിസായിലെ 110-ാമത്തെ ആയത്താണ്. എന്താണ് സുഹൃത്തുക്കളെ ആയത്തിന്റെ ആശ്വാസമാണ്? പരലോകത്തെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്നവന് സമാധാനം നൽകുന്ന വചനം. ദുനിയാവിൽ എന്തു കിട്ടിയാലും സമാനമാകാത്ത വചനങ്ങളാണ്. വമൻ യഅമൽ സൂഅൻ ഔ യളലിം നഫ്സ സുമ്മ യസ്തഗ്ഫിരില്ലാഹ യജിദില്ലാഹ ഗഫൂറ. അല്ലാഹുവിനെ അവൻ അല്ലാഹുവിന്റെ അടുക്കലേക്ക്, വമൻ യഅമൽ സൂഅൻ, ആരെങ്കിലും തെറ്റുകൾ പ്രവർത്തിച്ചു, ഔ യളലിം നഫ്സു, തന്നോട് ആത്മദ്രോഹം ചെയ്തു. ഓരോ തെറ്റും നമ്മളെ നശിപ്പിക്കാനാണ്. ഏത് തെറ്റ് ചെയ്യുമ്പോഴും ആ തെറ്റിന്റെ ദുരന്തം നമ്മളെത്ത് കന്നെ മടങ്ങി വന്നുകൊണ്ടിരിക്കും. സുമ്മ യസ്തഗ്ഫിരില്ലാഹ, എന്നിട്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങുകയാണെങ്കിൽ അള്ളാഹുവിനെ പൊറുക്കുന്നവനായി അവന് കണ്ടെത്താൻ പറ്റും എന്നാണ്. എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചിരുന്ന് ആത്മാർത്ഥമായി മാറും. അതൊരു മാറ്റമാണ്.
ജീവിതത്തെ സമ്പൂർണമായി മാറ്റാനുള്ള തീരുമാനം. ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായ തിന്മകളിൽ നിന്ന് മാറി നന്മയിലൂടെ മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആൻ വിശകലനം ചെയ്ത് പഠിക്കുമ്പോൾ അഫല യതദബ്ബറുൽ ഖുർആൻ, മനസ്സ് തുറക്കാനുള്ള മാർഗം ഖുർആൻ പഠിക്കൽ. നമ്മൾ ഖുർആൻ ആത്മാർത്ഥമായി പഠിക്കുമ്പോൾ നമ്മുടെ ജീവിതം മാറും. അള്ളാഹുവിന്റെ വെളിച്ചമാണ് വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ഖുർആൻ പഠനം നമ്മൾ പ്രധാനമായി കാണും. അപ്പോൾ ഈ 2-3 ആഴ്ചകളായി വിശുദ്ധ ഖുർആനിൽ നമ്മൾ ലേണിംഗ് ക്ലാസ്സിൽ പുതിയതായി തുടങ്ങിയ സൂറത്താണ് സൂറത്ത് നിസ. ആ സൂറത്ത് നിസാഇന്റെ ആമുഖം വായിച്ചപ്പോഴാണ് ഈ കാര്യം ശ്രദ്ധയിൽപ്പെട്ടത്. സത്യത്തിൽ ആ ക്ലാസ്സിന് വരുന്ന ആളുകൾക്ക് ആശയം അപ്പം തന്നെ കിട്ടും. നമുക്ക് കിട്ടുന്നുണ്ടോ? നമ്മൾ പഠിക്കണം. വിശുദ്ധ ഖുർആൻ ആത്മാർത്ഥമായി ഇരുന്ന് പഠിക്കാൻ ഒരു സമയം ഓട്ടത്തിനിടയിൽ കാണണം സുഹൃത്തുക്കൾ. നമ്മുടെ തിരക്കിനിടയിൽ, ഓട്ടത്തിനിടയിൽ നമ്മൾ കാണണം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയെങ്കിലും വീണവസാനിച്ചാൽ നമ്മളിലേക്ക് ആരും ദുനിയാവത്തെ ഒന്നും ആരും നമുക്ക് തരില്ല. എല്ലാം നമ്മളിൽ നിന്ന് എടുത്തു കൊണ്ടുപോവുക മാത്രമേ ചെയ്യൂ. കാതിലെ ചുറ്റും കഴുത്തിലെ ആഭരണങ്ങളും അഴിച്ചു വെച്ചാണ് ഉമ്മാനെ മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി മക്കൾ കിടത്തുക. എന്തെങ്കിലും പുതിയ ആഭരണങ്ങൾ ആരെയും ധരിപ്പിക്കില്ല. പുതിയ സൗകര്യങ്ങൾ ആർക്കു വേണ്ടിയും ചെയ്യില്ല. ലോകത്തെ ഏത് വലിയവൻ മരണപ്പെട്ടാലും മണ്ണിനടിയിൽ 3 കഷ്ണം തുണിയാണ് അവനുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഓട്ടത്തിനിടയിൽ നമ്മുടെ പരലോകത്തേക്ക് വേണ്ടി അവിടെ എത്തുമെന്ന് നമുക്ക് ഉറപ്പ് തന്നതുകൊണ്ട്, ഇരട്ടിപ്പിച്ചു തരാമെന്ന് വാഗ്ദത്തം ചെയ്തതുകൊണ്ട്, മാറ്റങ്ങളെ അള്ളാഹു സ്വീകരിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷ തന്നതുകൊണ്ട് ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കുക. ശിർക്കിനെക്കുറിച്ച് ഗൗരവപരമായി പഠിക്കുക. തൗഹീദ് ഉൾക്കൊണ്ട് മരണം വരെ വിശ്വാസത്തിലോ പ്രവർത്തനത്തിലോ ഒരു കാര്യത്തിലും ശിർക്ക് വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക. ഇൻ തജ്തനിബു കബായിറ മാ തുൻഹൗന അൻഹു, വൻ ദോഷങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചാൽ നുകഫിർ അൻകും സയ്യിആതികും, ചെറുദോഷങ്ങൾ ഞാൻ പുറത്തു തരാം. വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ, മാന്യമായ സ്വർഗത്തിൽ നിങ്ങളെ പ്രവേശിക്കാം എന്ന അള്ളൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹ് വാക്ക് പാലിക്കും. അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകരിക്കപ്പെട്ടവരായി തീരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യും. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സമൂഹത്തിൽ ഏറ്റവും അധികം പരിഗണിക്കപ്പെടേണ്ട, നമുക്കെല്ലാവർക്കും ബാധ്യതയായിട്ടുള്ള ആളുകളാണ് അനാഥകൾ എന്ന് പറയുന്നത്. അനാഥകളെ സംരക്ഷിക്കുന്നതിന് വളരെ വലിയ പ്രാധാന്യം ഇസ്ലാം നൽകിയിട്ടുണ്ട്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം. മതത്തെ തന്നെ നിഷേധിക്കുന്നവൻ, മതത്തെ തന്നെ കളവാക്കുന്നവൻ, അനാഥയെ ആട്ടി ഓടിക്കുന്നവനാണ്. അന വകാഫിലുൽ യതീം, ഞാനും അനാഥയെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ചേർന്നു നിൽക്കുന്നവരാണെന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ആലോചിക്കണം. ഈ പണ്ടത്തെ കാലത്തൊക്കെ ഓർഫനേജുകളിലായിരുന്നു. ഇപ്പോൾ വീടുകളിൽ തന്നെ അനാഥ മക്കളെ പരിചരിക്കുകയാണ് ചെയ്യുന്നത്. വാപ്പ മരിച്ചു പോയാൽ ഈ സ്കൂൾ ചേർക്കുന്ന സമയം, അതേപോലെ തന്നെ പെരുന്നാൾ വരുന്ന സമയം, എല്ലാ സമയത്തും വളരെ പ്രയാസമുണ്ട്. അപ്പോൾ നമ്മൾ ഏകദേശം 200-ലധികം കുട്ടികളെ, ഓർഫൻ കുട്ടികളെ ആ നിലക്ക് സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ പള്ളിയുടെ കീഴിൽ. നമ്മളെല്ലാവരും ഓർഫൻ എന്ന നിലക്ക് നമ്മുടെ കുടുംബത്തിൽ, ഇവിടെ വേണമെന്നില്ല, നമ്മുടെ കുടുംബത്തിലോ എവിടെയാണെങ്കിലും അനാഥകളായിട്ടുള്ള, വാപ്പ മരിച്ച് ജീവിത പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സാമ്പത്തികമായി, വെറും സാമ്പത്തിക സഹായമല്ല അനാഥയുടെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ, പക്ഷെ അതെങ്കിലും അവരുടെ ഉമ്മമാർക്ക് കൊടുത്ത് ആശ്വസിപ്പിക്കാൻ നമ്മൾ എവിടെയാണോ നമ്മുടെ നന്മ ആവശ്യമുള്ളത്, ഭക്ഷണം വേണ്ടവനല്ലേ ഭക്ഷണം കൊടുക്കേണ്ടത്, വസ്ത്രം വേണ്ടവനല്ലേ വസ്ത്രം കൊടുക്കേണ്ടത്. പലപ്പോഴും നമ്മളൊക്കെ കൊടുക്കുന്ന ഔദാര്യങ്ങളും സംഭാവനകളും സ്വതക്കളുമൊക്കെ വീണ്ടും വീണ്ടും ആവശ്യമില്ലാത്തവർ തന്നെ വാങ്ങിപ്പോകുന്നുവോ എന്ന് ഒരാത്മപരിശോധന നല്ലതാണ്. ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവന് ഭക്ഷണം ലഭിക്കട്ടെ, പണം ആവശ്യമുള്ളവർക്ക് പണം ലഭിക്കട്ടെ, കഷ്ടതകൾ തീർക്കാൻ പ്രയാസപ്പെടുന്നവന് ആശ്വാസങ്ങൾ ലഭിക്കണം. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രയോഗം നമുക്ക് മനസ്സിലാകും. അവർ ബന്ധിതരായ ആളുകൾക്കും അനാഥകൾക്കും അതേപോലെ തന്നെ പാവപ്പെട്ടവർക്കുമൊക്കെ അവർ ഭക്ഷണം കൊടുക്കും എന്ന് പറഞ്ഞിട്ട് അള്ളാഹു ആർക്കുന്ന് അലാഹുബി, അതിനോട് ഇഷ്ടമുണ്ടായി ഇങ്ങോട്ട് അവർ ഭക്ഷണം കൊടുക്കും. ആർക്ക്? മിസ്കീൻ തന്നെ കുറച്ചൊക്കെ നിവർത്തിയുള്ള ആളാണ്, പക്ഷെ എന്നാലും ആരോടും ചോദിക്കാതെ ജീവിക്കുന്ന ആളാണ്. യതീം അനാഥനാണ്. സംരക്ഷിക്കാൻ എല്ലാവരും, മക്കളെ സംരക്ഷിക്കാനായി എല്ലാ പിതാക്കളും അധ്വാനിക്കുമ്പോൾ അവന് പണം കണ്ടെത്താൻ ഒരു പിതാവ് ഇന്ന് ഈ ഭൂമിയിലില്ല. ആ പിതാവിന്റെ സ്ഥാനം ബാക്കിയുള്ളവർ പരിഹരിച്ചു കൊടുക്കണമെന്നാണ്. വാസീറ ബന്ധനസ്ഥനെയും
ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളത് നൽകാൻ പരിശ്രമിക്കുമ്പോഴാണ് നമുക്കത് പരലോകത്ത് ഗുണകരമാകുന്നു, ഏറ്റവും പ്രതിഫലാർഹമാകുന്നു. നന്മകളിൽ പൂർണ്ണമായി സഹകരിക്കുവാൻ, നല്ല അവസരങ്ങളെ കണ്ടെത്തി നന്മ ചെയ്യുവാനും അതിൻ്റെ പ്രതിഫലം പരലോകത്ത് അനുഭവിക്കുവാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശ്വാസത്തിലും കർമ്മത്തിലും എല്ലാം വിശുദ്ധി പാലിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണമെന്നാണ്. ഞങ്ങൾ ചെയ്ത എല്ലാ നന്മകളുടെയും പ്രതിഫലങ്ങളെ ഇരട്ടിക്കിരട്ടിയായി കൊണ്ട് പരലോകത്ത് കണ്ടെത്താൻ കഴിയുന്ന സൗഭാഗ്യവാന്മാർ ഞങ്ങൾ ഉൾപ്പെടുത്തണമേ റഹ്മാൻ. രോഗങ്ങളും ബുദ്ധിമുട്ടുമുള്ള ആളുകൾ, മാരകമായ പ്രതിസന്ധികളുള്ള ആളുകൾ എല്ലാവരും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിടെ രോഗങ്ങളെ സുഖപ്പെടുത്തണമേ. അള്ളാഹുവിടെ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീ നീക്കി കൊടുക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഇണകളിൽ നിന്ന് സന്താനങ്ങൾ ഞങ്ങൾക്ക് നീ കൺകുളിർമ പ്രദാനം ചെയ്യണമെന്നാണ്. അള്ളാഹു ഇതിന്റെ വിശുദ്ധ ഖുർആൻ പഠിച്ച് അത് ഉൾക്കൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളെ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിറിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത് മുസ്തഖറൻ വ മുഖാമ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم